അന്ന് നമ്മളൊരു താമരയുടെ വിത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് മുളച്ചോ നോക്കട്ടെ. എല്ലാവരും ഉരച്ച് മെനക്കെട്ട് ഇച്ചിരി ഉരച്ച് വെള്ളത്തിലിടുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് കണ്ടോ, വെറുതെ ഇട്ടിരുന്നതാണ്, തനിയെ കിളിച്ച്. ഈ പരുവാകുമ്പോൾ നമുക്ക് മാറ്റി നടാവുന്നതാണ്. കിളിപ്പിച്ച് നോക്കാം ഏത് ഫ്ലവറാണ് ഉണ്ടാവുന്നതെന്ന് അറിയണമല്ലോ. വേറെണ്ണം കൂടെ കാണിച്ചു തരാവേ. ഇതും അതുപോലെ മുള വന്നതാണ്. തനിയെ പൊട്ടി, കുറച്ച് ദിവസം വെള്ളത്തിൽ കിടക്കുമ്പോൾ തനിയെ പൊട്ടി ഇതുപോലെ മുള വരും. അല്ലാതെ ഉരച്ച് കയ്യിൽ ഡാമേജ് ആക്കണ്ട. ആദ്യം ഞാനും വാങ്ങിക്കുന്ന ടൈമിൽ ഉരച്ച് വെള്ളത്തിലൊക്കെ ഇടുമായിരുന്നു. നല്ല പാടാണ്. അതുപോലെ തന്നെ വിത്തുകൾ വെള്ളത്തിലിടുന്ന ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും മുളയ്ക്കുന്നതാണോ അല്ലയോ എന്നുള്ളത്. അകം പൊള്ളയായ വിത്തുകൾ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അല്ലേ, വേറൊരെണ്ണം ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ്. ഇതിലായിരുന്നു ഇട്ട് വെച്ചിരുന്നത്. ഉണ്ടോ, തനിയെ മുളച്ച്. ഇത് മുളച്ച്, ഇതിന് വേര് വന്നില്ല. ഇത് മാറ്റി നടാറായില്ലേ. ഇങ്ങനെ കൊണ്ട് നട്ടാൽ ഇത് ചീഞ്ഞു പോവും. അത് ആദ്യം കാണിച്ച പോലെ വേര് വരണം. ഇത് കിളിക്കത്തില്ല, കണ്ടോ, ചീഞ്ഞു പോയതാണ്. ഇത് പന്നലാണ്. കുറച്ച് ദിവസം പൊങ്ങിക്കിടന്നതിന് ശേഷം തനിയെ താഴോട്ട് പോകും. പിന്നെ അത് കിളിക്കത്തില്ല. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളാണ്. എന്തായാലും ഇത് നട്ടിട്ട് റിസൾട്ട് പിന്നെ പറയാം.